ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി ജനറൽ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് ജനറൽ സർവീസ് ഹോൺ ചെക്ക് ചെയ്യുക. ഹോൺ ഇടയ്ക്ക് വർക്കിംഗ് അല്ല, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്, സെൽഫിൻ്റെ കംപ്ലയിൻറ്റ്. പിന്നെ ഇൻഡിക്കേറ്റർ ചെക്കപ്പ് ചെയ്യുക, അതായത് ഇടയ്ക്ക് വർക്ക് ആവുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞങ്ങനെ. പിന്നെ ഓയിൽ ചെക്കപ്പ്, വാട്ടർ സർവീസ്, ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് സെൽഫിൻ്റെ പ്രശ്നം ഈ പറഞ്ഞ രീതിയിൽ ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മഴയുടെയുമായി ബന്ധപ്പെട്ട്, അതായത് ക്ലാവ് എന്തോ പിടിച്ചേക്കണ പോലെയാണ്. അതായത് ചില സമയങ്ങളിൽ ചെറിയൊരു ടൈം ലാഗ് വരുന്നുണ്ട്. അപ്പോൾ ഒന്നുപോലെ നമ്മളത് മാറ്റി പുതിയത് വയ്ക്കണം, അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാനായിട്ടൊരു ക്ലീനർ അടിച്ചു കൊടുക്കുക. അപ്പോൾ അതാണ് നമുക്ക് അതുമ്പോൾ ചെയ്യാൻ പറ്റുക. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് അതിന് അനുഭവപ്പെട്ട് വേറെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡിന് അത് എന്തോ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അതായത് വണ്ടി നമുക്ക് ഏകദേശം ഒരു 40 കിലോമീറ്റർ വേഗതയിലാണെങ്കിലും വണ്ടി ചില സമയങ്ങളിൽ 20, 10 ആ റേഞ്ചിലേക്കൊക്കെ മീറ്റർ സൂചി താഴേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലായ്പ്പോഴും ആ കിലോമീറ്റർ സ്പീഡ് കാണിക്കുന്നില്ല. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് അനുഭവപ്പെട്ട കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിനായിട്ട് കയറ്റിയിട്ടുണ്ട്, ജനറൽ സർവീസിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. വീല്, എയർ ഫിൽറ്റർ, ക്ലച്ച്, ഫ്രണ്ട് ബുഷ്, സ്വിച്ചുകൾ, കേബിള്, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാനുണ്ട് ആ ഭാഗം, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈനർ നമുക്ക് ഈ ഒരു സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയേക്കുന്നത് കൊണ്ടാണ് ബാക്ക് വീൽ അഴിക്കാത്തത്. അത് ആ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ബാക്ക് വീലും കൂടി അഴിക്കും. ബ്രേക്കിൻ്റെ ക്യാം അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ റീസെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടും അതിനകത്ത്, ബ്രേക്ക് ലൈനർ. അപ്പോൾ തൽക്കാലം ഈ സർവീസ് കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വിടാം. നെക്സ്റ്റ് അടുത്ത സർവീസിൽ ലൈനർ മാറ്റി പുതിയത് ഇടേണ്ടതായിട്ട് വരും. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അതിൽ MRFൻ്റെ ടയർ കിടക്കണം, നല്ല ടയറാണ്, കട്ടയൊക്കെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അതേപോലെ നമ്മൾ പിന്നെ നോക്കണം അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമാണ്. എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ. കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ എന്നിട്ട് നമുക്ക് ഈ സർവീസിൽ മാറ്റേണ്ട ആവശ്യമില്ല. അടുത്ത സർവീസിൽ നമുക്ക് എയർ ഫിൽറ്ററും കൂടി മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ എയർ ഫിൽറ്റർ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ നോക്കുന്നത് ക്ലച്ചിൻ്റെ ഭാഗമാണ്. CVT ക്ലച്ചാണ്, ബെൽറ്റ് ഡ്രൈവാണ്. നമ്മളത് മാനുവലായിട്ട് അഴിച്ച് നോക്കിയിട്ട് ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ കൈയോടെ ഗ്രീസ് ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ്. ജനറൽ സർവീസിൻ്റെ ആ ഒരു ലേബറിൽ തന്നെ ഇതൊക്കെ കഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. ബ്രേക്ക് നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു. ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ, ഒറിജിനൽ ബെൽറ്റാണ്. പക്ഷേ അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ ചെറിയൊരു ക്രാക്ക് പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് ചെറിയൊരു പൊട്ടൽ വിള്ളൽ പോലെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് നോക്കിയിട്ട് കൂടുതൽ പ്രശ്നം തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. കാരണം പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ സർവീസിലും ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്യും. തേയ്മാനം കൂടുതലോ ഡാമേജുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി ഫിക്സ് ചെയ്ത് നമുക്ക് പോകാനായിട്ട് പറ്റും, റെഗുലറായിട്ട് സർവീസ് ചെയ്തു പോകണമെങ്കിൽ. സർവീസ് മെയിൻ്റനൻസ് സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് 120 ദിവസം, അതായത് 4 മാസമാണ് ഒരു സർവീസിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ. 4 മാസം കൂടുമ്പോഴാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂട്ടത്തിക്കടെ ഇങ്ങനെ ചെറിയ ചെറിയ കംപ്ലയിൻറ്റുകളൊക്കെ ഒരല്പം നമുക്ക് വൈകിയാലും നമുക്ക് നോക്കി അങ്ങോട്ട് ചെയ്തു പോകാനുണ്ട്. ഇത് അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. നേരെ മറിച്ച് നമുക്ക് ഒരുപാട് ഓട്ടോ ഉണ്ടെന്ന് നിൽക്കാം, നല്ല ഓട്ടോ ഉണ്ട്, നല്ല ലോഡ് വെച്ചിട്ടുള്ള ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കാൻ നിൽക്കരുത്, കൈയോടെ മാറ്റി കളഞ്ഞോളാം. ഇപ്പം ഞാൻ എസ്റ്റിമേറ്റിൽ നിന്ന് നമ്മളിപ്പോൾ പറയുന്ന ഒരു വർക്കിൻ്റെ എസ്റ്റിമേറ്റിൽ ഇത് ഉൾപ്പെടുത്തുന്നില്ല. അത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഉപയോഗം നോക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെവി ലോഡും നല്ല ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ നമ്മൾ ക്ലച്ചിൻ്റെ ക്രാങ്കിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഒരു സൈഡിൽ ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ നോക്കി. ഓയിൽ സീലിനൊന്നും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്, അതൊക്കെ ഒന്ന് എയറടിച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ പിനിയൻ സ്റ്റാർട്ടർ എന്ന് പറയും, ബെൻഡെക്സ് എന്ന് പറയും. അത് പിനിയൻ സ്റ്റാർട്ടർ എന്നാണ് ശരിക്കും പേര്. നമുക്ക് അതിൻ്റെ വർക്കിംഗ് നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, കംഫർട്ടാണ്. പിന്നെ അതേപോലെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മൾ ചെക്ക് ചെയ്തു, വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, റീസെറ്റ് ചെയ്യുക, അതാണ് മെയിനായിട്ടുള്ള കേസ് കേട്ടോ. ബെൽറ്റിൻ്റെ കേസ് ഈ പറഞ്ഞ പോലെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ തന്നെ മാറ്റാവുന്നതാണ്. അത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ പറഞ്ഞിരിക്കുന്ന സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമുക്ക് കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ടൊരു കംപ്ലയിൻ്റ് നമുക്ക് തോന്നുന്നില്ല. സെൽഫിൻ്റെ കംപ്ലയിൻ്റാണ് മെയിനായിട്ട് പറഞ്ഞത്. അത് നമുക്ക് സെൽഫ് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റാണ്. ഈ സ്വിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ കേസ് പറഞ്ഞാൽ, അപ്പോൾ അത് പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ചുകളാണ് നമുക്ക് ഇതിൻ്റെ എല്ലാത്തിനും വന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കോൺടാക്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലീനർ ഉണ്ട്, ഒരു സ്പ്രേ, അത് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പരിധി വരെ അത് സോൾവ് ആയിക്കോളും. റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് അസംബ്ലി നമുക്ക് മാറ്റി പുതിയത് വയ്ക്കാം. ഇപ്പോൾ ഏത് സ്വിച്ച് വന്നാലും നമുക്ക് ഏകദേശം ഒരു 100 താഴെ 60-70 രൂപയ്ക്കാണ് ഒരു സ്വിച്ചിൻ്റെ റേറ്റ് വരിക. അത് നോക്കിയിട്ടപ്പോൾ കൂട്ടത്തിൽ ചെയ്താലും മതി, കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. പിന്നെ ഈ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞല്ലോ, അപ്പോൾ സെൽഫിൻ്റെ ആണ് ഇപ്പോഴത്തെ പ്രശ്നം. സാധാരണ നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കാർബറേറ്റർ നമ്മൾ അഴിക്കുള്ളൂ. ജനറൽ സർവീസിൽ വന്ന വർക്കല്ല, കാർബറേറ്റർ ക്ലീനിങ് ഒക്കെ നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ നമ്മൾ കാർബറേറ്റർ കഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഏകദേശം നമുക്കൊരു 500 രൂപയുടെ അടുത്തൊക്കെ നമുക്ക് റേറ്റ് വരാറുണ്ട്. കാർബറേറ്റർ ക്ലീനർ വരും, അതിൻ്റെ ലേബർ ചാർജ് വരും, പിന്നെ അതിൻ്റെ ഉള്ളിൽ അഴിക്കുമ്പോൾ എന്തെങ്കിലും സ്ലോജറ്റ് കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ കണക്കാക്കി വേണം അഴിക്കാൻ. പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മളിപ്പോൾ ടച്ച് ചെയ്യുന്നില്ല, ബാക്കിയത്തെ വർക്കുകളാണ് നമ്മൾ ചെയ്തു പോകുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മളൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഫ്രണ്ട് ബുഷ് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി. ഈ ഒരു ബുഷ് നമുക്കൊന്ന് മാറ്റിയിടണം, അതായത് ഫ്രണ്ടിൽ വരുന്ന ഗ്രീൻ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. ലിങ്കിൻ്റെ ബുഷുകൾ നമുക്ക് അത് തന്നെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. സ്പീഡോമീറ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മീറ്റർ കേബിളിനൊന്നും പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഇല്ല. അതേപോലെ തന്നെ ക്രൗണും പിന്നിനും ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ സാധാരണ രീതിയിൽ അങ്ങനെ വന്ന കേസിൽ ചില കേസിൽ തന്നെ നമുക്ക് ആ സ്പീഡോമീറ്ററിൻ്റെ മെക്കാനിസത്തിൻ്റെ കംപ്ലയിൻറ്റും കൊണ്ടും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയത്തെ വർക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പാർക്ക് ബൾബ്, അതായത് നൈറ്റ് ഓടുമ്പോൾ ഡിസ്പ്ലേ തെളിഞ്ഞ് കാണാനായിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ ബൾബുകളുണ്ട്, 2 ബൾബ്. അതിനകത്ത് ഒരു ബൾബ് പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും അഴിച്ച് മാറ്റാം. ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ മീറ്ററിൻ്റെ വർക്കിംഗ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാധാരണ നമുക്ക് അതിൻ്റെ കിലോമീറ്റർ മറിയുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, സ്പീഡ് ഇപ്പോൾ ഇച്ചിരി കാണിക്കുന്നതിൽ വേരിയേഷൻ ഉണ്ടെങ്കിലും കിലോമീറ്റർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്താലും മതി. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട്, ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കാണുന്നുണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ ബെയറിങ് കാര്യങ്ങൾ നമ്മൾ നോക്കി, ബെയറിങ്ങിനൊന്നും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കട്ടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അത് തന്നെ മതി. നമുക്ക് അതിൻ്റെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ 2024 മോഡൽ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത്. ബാറ്ററി 2024 മോഡൽ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ, ആമറോണിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ട് 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി. ഓൾറെഡി നമുക്ക് സെൽഫിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് നോക്കുമ്പോൾ 13 വോൾട്ടോളം നമുക്ക് കാണിക്കുന്നുണ്ട്. ലോഡ് ചെയ്യുന്ന സമയത്തായാലും നമുക്കൊരു 890, 875 ആ റേഞ്ചിലൊക്കെയാണ് വന്നത്. അപ്പം നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററിയുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലയിൻ്റ് അല്ല നമുക്ക് സെൽഫിൻ്റെ, ആ സ്വിച്ചിൻ്റെ പ്രശ്നമാണ്. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ്, അത് പൊടിഞ്ഞ് സ്പോഞ്ച് മോഡലാണത്, അത് മൊത്തം പൊടിഞ്ഞൊരു അവസ്ഥയാണ്. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിലൊന്ന് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സർവീസ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ഈ പ്ലഗും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ നമുക്ക് പ്ലഗ് അഴിക്കാൻ നോക്കുമ്പോൾ ഫുൾ ടൈറ്റായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് ഒരുപാട് ബലം പിടിച്ച് അഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തൽക്കാലം സ്റ്റാർട്ടിങ്ങിന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് ആ പ്ലഗിൻ്റെ കേസ് അങ്ങനെ തന്നെ നിലനിർത്താം. പിന്നീട് എന്തെങ്കിലും കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ആവാതെ എന്തെങ്കിലും വന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അഴിക്കാണ്ട് മാറുമില്ല. അപ്പോൾ അഴിക്കുന്ന സമയത്ത് ഒടിയാണെങ്കിൽ തന്നെ അപ്പോൾ നമുക്കത് അഴിച്ച് ക്ലിയർ ചെയ്താലും മതി. ഇപ്പോൾ അത് ഫുൾ ടൈറ്റായ ഒരു അവസ്ഥയിലാണ്, കാരണം ഓവർ ഹീറ്റിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചില കേസിൽ തന്നെ അങ്ങനെ കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്. അപ്പോൾ അത് നോക്കാം. സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് കംപ്ലയിൻറ്റ് കാണിച്ചാൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അഴിച്ച് നോക്കാതെ കൊണ്ട്. അപ്പോൾ നമുക്ക് ആ കൂട്ടത്തിൽ അഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ബാക്കി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യുക. അതിനകത്ത് നമ്മൾ സ്പീഡോമീറ്ററിൻ്റെ കേസ് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല, കാരണം ഞാൻ അത് നോക്കിയിട്ട് മീറ്ററിൻ്റെ ആണെങ്കിൽ ഞാൻ നോക്കിയിട്ട് അഡീഷണൽ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വിളിച്ച് പറയാം. ഓക്കെ, ബാക്കിയത്തെ വന്ന ഡാമേജുള്ള ഭാഗങ്ങൾ കാര്യങ്ങൾ മാറ്റേണ്ട പാർട്സുകളുടെയൊക്കെ എസ്റ്റിമേറ്റും പാർട്സിൻ്റെയും ലേബർ ചാർജ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.